ഹായ് നമസ്കാരം. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂണ്. ഗരം മസാല 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 3 ടേബിൾ സ്പൂൺ തൈര് കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു. ഇത് എല്ലാം ചേർത്ത് നല്ലപോലെ കുഴയ്ക്കുന്നു. ഇവയെല്ലാം ചേരുവകളെല്ലാം നല്ലോണം ചിക്കനിൽ പുരട്ടുക. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ ഇത് വയ്ക്കും. അതിനുശേഷമാണ് നമ്മളിത് പാചകം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇരുമ്പ് ചട്ടി നമ്മൾ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. ഇതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൂ ചേർക്കുന്നു. കുറച്ച് കറിവേപ്പില, 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞതാണിത്, 2 പച്ചമുളക് ചേർക്കുന്നു. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുന്നു. ഇതിൽ നമ്മൾ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവ നല്ലപോലെ വഴറ്റുക. നമ്മളിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കുന്നു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സവോളയെല്ലാം ചുവന്ന് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർക്കുന്നു. എന്നിട്ട് നല്ലപോലെ വഴറ്റുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നു. ചിക്കൻ മസാല 1.5 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് ഇവയെല്ലാം നല്ലപോലെ യോജിപ്പിക്കുന്നു, ഇളക്കി യോജിപ്പിക്കുന്നു. 1/2 ടീസ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണവും അതുപോലെ സവോളയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ചിക്കൻ ചേർത്ത് നല്ലപോലെ മസാലയായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ ചിക്കനും മസാലയും ഇളക്കി യോജിപ്പിക്കുക. നമ്മളിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നു, കുറച്ച് മതി. എന്നിട്ട് നല്ലപോലെ വഴറ്റുന്നു. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയില കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യണം.